Welcome to BSc Main Physics, paper for Atomic and Molecular Physics. We today start the last unit 5, resonance spectroscopy. The chapter is resonance spectroscopy, and the first topic is NMR, nuclear magnetic resonance. Semester 5, class number 48, NMR, nuclear magnetic resonance. Paper 4, Atomic and Molecular Physics. So, we can start resonance spectroscopy. The first topic is NMR. NMR full form is nuclear magnetic resonance. Nuclear magnetic resonance. And here is an essay question, and we see the answer to this question. ഒരു ക്വസ്റ്റ്യൻ ആൻസർ മോഡലിലാണ് ഞാനിത് പറയുന്നത്. ആദ്യ ടോപ്പിക് NMR. ഈ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് NMR. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് NMR. Explain the principle of NMR. Give the NMR resonance condition with a block diagram. Describe the working of NMR spectrometer. That's the question. It's a lengthy question, so we can say in 2 classes. NMR experiment we say in the next class. So the first part is explain the principle of NMR. Give the NMR resonance condition with a block diagram. Describe the working of NMR spectrometer. That's a question. So what is principle of NMR? We can see the NMR principle. NMR principle. The first topic is NMR principle. Principle of NMR. NMR is a branch of spectroscopy in which radio frequency waves induce transitions between magnetic energy levels of the nuclei of a molecule. The magnetic energy levels are created by keeping the nuclei in a magnetic field. That is the definition of NMR. NMR is a branch of spectroscopy in which radio frequency waves induce transition between magnetic energy levels of atomic nuclei of a molecule. ഒരു മോളിക്യൂളിന് ഒരു ന്യൂക്ലിയ ഉണ്ട്. ആ ന്യൂക്ലിയസിന് ഇപ്പോൾ ന്യൂക്ലിയസ് പ്രധാനമായിട്ടും പ്രോട്ടോൺസ് ആയിരിക്കും. പ്രോട്ടോൺസിന് ഡിഫറൻറ്റ് മാഗ്നറ്റിക് എനർജി ലെവൽസ് ഉണ്ട്. ഏത് രീതിയിൽ ആറ്റത്തിന് അറ്റോമിക് എനർജി ലെവൽസ് ഉണ്ട്, അതേ രീതിയിൽ ന്യൂക്ലിയസിന് അതിന് പ്രത്യേകം മാഗ്നറ്റിക് എനർജി ലെവൽസ് ഉണ്ട്. ഈ എനർജി ലെവലിൽ ട്രാൻസിഷൻ സംഭവിക്കും. ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് എനർജി ലെവലിൽ ട്രാൻസിഷൻ സംഭവിക്കും. അതുമൂലം റേഡിയേഷൻ അബ്സോർബ് ചെയ്യാം അല്ലെങ്കിൽ എമിറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ NMR എന്ന് വിളിക്കുന്നത്. ദ മാഗ്നറ്റിക് എനർജി ലെവൽസ് ആർ ക്രിയേറ്റഡ് ബൈ കീപ്പിംഗ് ദി ന്യൂക്ലിയർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ പ്രോട്ടോൺ, ഈ ന്യൂക്ലിയസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുമ്പോഴാണ് ഈ മാഗ്നറ്റിക് എനർജി ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. മോളിക്യൂളിൻ്റെ ന്യൂക്ലിയസ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോഴാണ് ഈ മാഗ്നറ്റിക് എനർജി ലെവൽസ് ക്രിയേറ്റ് ചെയ്യുക. വിത്തൗട്ട് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എങ്കിൽ, വിത്തൗട്ട് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇത് സ്പിൻ സ്റ്റേറ്റ്സ് ഓഫ് ന്യൂക്ലിയസ് സം എനർജി. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തില്ലെങ്കിൽ ഈ ന്യൂക്ലിയസിൻ്റെ സ്പിൻ സ്റ്റേറ്റിന് ചില എനർജി കാണാം. എനർജി ലെവൽ ട്രാൻസിഷൻ ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ എനർജി ലെവൽ ഉണ്ടെങ്കിലും ഈ ട്രാൻസിഷൻ പോസിബിൾ അല്ല. വെൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ, വെൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ദർ ഈസ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ന്യൂക്ലിയർ എനർജി ലെവൽസ്. അപ്പോൾ ഈ മാഗ്നറ്റിക് എനർജി ലെവൽസിന് സ്പ്ലിറ്റിംഗ് ഉണ്ടാകും. നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ ഈ മാഗ്നറ്റിക് എനർജി ലെവൽ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അന്നേരം നമ്മൾ അയക്കേണ്ട റേഡിയേഷൻ ഉണ്ട്. റേഡിയേഷൻ RF റേഡിയേഷനാണ്. RF റേഡിയേഷൻ ക്യാൻ കോസ് ട്രാൻസിഷൻ ഓഫ് ബിറ്റ്വീൻ എനർജി ലെവൽസ്. അപ്പോൾ ഈ ഡിഫറൻറ്റ്
മാഗ്നറ്റിക് എനർജി സ്റ്റേറ്റ്സിൽ ഇരിക്കുന്ന ഈ പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂക്ലിയസ് അവിടെ എനർജി ട്രാൻസിഷൻ സംഭവിക്കണമെങ്കിൽ, ലെവൽ ട്രാൻസിഷൻ സംഭവിക്കണമെങ്കിൽ RF റേഡിയേഷൻ ചെല്ലണം. RF റേഡിയേഷൻ, റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻ കൊടുക്കണം, അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇത് സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ എല്ലാ വസ്തുക്കളും ഈ NMR കാണിക്കാറില്ല. NMR കാണിക്കുന്ന ചില വസ്തുക്കളാണ്. ആ വസ്തുക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് അവയുടെ സ്പിൻ കോഡ് നമ്പറാണ്. ഈ ന്യൂക്ലിയസിന് ഒരു പ്രത്യേക സ്പിൻ കോഡ് നമ്പറാണ്. ഈ സ്പിൻ കോഡ് നമ്പറിനെ അനുസരിച്ചിട്ടാണ് വസ്തുക്കൾ NMR കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് പഠിക്കണം. സ്പിൻ കോഡ് നമ്പർ ഓഫ് ന്യൂക്ലിയസ്. ദ സ്പിൻ കോഡ് നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് I. ഒരു ന്യൂക്ലിയസിൻ്റെ സ്പിൻ കോഡ് നമ്പർ നമ്മൾ I എന്നാണ് കാണിക്കുന്നത്. I ക്യാൻ ബി 0. ഐയുടെ വാല്യൂ 0 ആകാം. I can be 0 or it can have any integral value. It can have integral values or half integral values. ഇപ്പോൾ 0 വാല്യൂ ഈ സ്പിൻ കോഡ് നമ്പറിന്, മാഗ്നറ്റിക് സ്പിൻ കോഡ് നമ്പർ Iക്ക് 0 വരാം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 1, 2, 3 പോലെയുള്ള വിലകൾ വരാം, അല്ലെങ്കിൽ ഹാഫ് ഇൻ്റഗ്രൽ 1/2, 3/2 പോലെയുള്ള വിലകളൊക്കെ വരാം. NMR spectroscopy is often concerned with the nuclei of I half-ഉള്ള ഈ ന്യൂക്ലിയർ സ്പിൻ കോഡ് നമ്പർ I ഹാഫുള്ള വസ്തുക്കൾ മാത്രമേ NMR കാണിക്കുകയുള്ളൂ. NMR spectrum is often concerned with the nuclei of I = half. അപ്പോൾ I = half, ന്യൂക്ലിയർ സ്പിൻ കോഡ് നമ്പർ I ഹാഫുള്ള ന്യൂക്ലിയസ് ആണ്, അല്ലെങ്കിൽ അത്തരം വസ്തുക്കളാണ് NMR കാണിക്കുന്നത്. എക്സാമ്പിൾ ഓഫ് സച്ച് ന്യൂക്ലിയർ ആർ 1H1 ഹൈഡ്രജൻ ന്യൂക്ലിയസ്, 613 കാർബൺ ഐസോടോപ്പ്, 9F19, 15 ഫോസ്ഫറസ് 31. ഇവയെല്ലാം NMR കാണിക്കുന്ന അറ്റോമിക് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ NMR പ്രോബ്, NMR കാണിക്കുന്ന വസ്തുക്കൾ എക്സാമ്പിളാണ് 1H1 ഹൈഡ്രജൻ, കാർബൺ, ഫ്ലോറിൻ, ഫോസ്ഫറസ് പോലെ ഉള്ളത്. ഓക്സിജൻ ഇതിനകത്ത് വരുന്നില്ല, അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഒരു കണ്ടീഷനുണ്ട്, NMR റെസൊണൻസ് കണ്ടീഷൻ. എക്സ്പ്രഷൻ ഫോർ NMR റെസൊണൻസ് ഫ്രീക്വൻസി ഒരു ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷനാണ്. പ്രോബ്ലവും ചോദിക്കാവുന്ന ഒരു ഇക്വേഷനാണ് NMR റെസൊണൻസ് കണ്ടീഷൻ. എക്സ്പ്രഷൻ ഫോർ NMR റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പോൾ അതിന് നമ്മൾ ഈ ന്യൂക്ലിയർ ലെവൽ സ്പ്ലിറ്റിങ്ങിൻ്റെ ഒരു ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. ആ ലെഫ്റ്റ് ഫിഗറിൽ കാണുന്നത് I എന്നുള്ള കോഡ് നമ്പറാണ്. അത് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ന്യൂക്ലിയസ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അതിൻ്റെ ഈ കോഡ് നമ്പർ ഫീൽഡ് ഡയറക്ഷനിൽ നിന്ന് ഓറിയൻറ്റ് ചെയ്യും. അപ്പോൾ MI എന്നൊരു വാല്യൂ, MI ഹാഫ് മാഗ്നറ്റിക് സ്പിൻ കോഡ് നമ്പർ എന്ന് പറയും. ന്യൂക്ലിയർ സ്പിൻ കോഡ് നമ്പർ മാഗ്നറ്റിക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൽ B0 ആണ് അപ്വേർഡ് ഫീൽഡിൽ ഈ സ്പിൻ കോഡ് നമ്പർ, ന്യൂക്ലിയർ സ്പിൻ കോഡ് നമ്പർ മാഗ്നറ്റിക് സ്പിൻ കോഡ് നമ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. MI ഹാഫ്, MI - ഹാഫ്. അത് രണ്ടുമാണ് ലെഫ്റ്റിലുള്ള ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഫീൽഡിൽ ഈ രണ്ട് ലെവലും പ്രത്യേകം എനർജി ഉണ്ടാകും. ആ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ 1 ലെവലിൽ μB0 എനർജിയും രണ്ടാമത്തതിന് -μB0 എനർജി ആയിരിക്കും. അപ്പോൾ ട്രാൻസിഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ രണ്ട് ലെവലും തമ്മിലുള്ള എനർജി വ്യത്യാസം μB0 -μB0, അപ്പോൾ 2μB0 വരും. 2μB0 അതാണ് ആ രണ്ട് ലെവലും തമ്മിലുള്ള എനർജി ഡിഫറൻസ്. അപ്പോൾ എന്താണ് ചിത്രം നോക്കുക. ഫിഗർ 1 റെപ്രസെൻറ്റ്സ് 2 പോസിബിൾ വാല്യൂസ് ഓഫ് MI മാഗ്നറ്റിക് ന്യൂക്ലിയർ സ്പിൻ കോഡ് നമ്പർ. 2 പോസിബിൾ വാല്യൂസ് MI when I is half. രണ്ടാമത്തെ ചിത്രം B, എനർജി ലെവൽസ് ആൻഡ് ട്രാൻസിഷൻ ഫോർ I = half സിസ്റ്റം. അപ്പോൾ I = half സിസ്റ്റത്തിൻ്റെ ട്രാൻസിഷൻ, എനർജി ട്രാൻസിഷൻ, ലെവൽ ട്രാൻസിഷനാണ് കാണിച്ചിരിക്കുന്നത്. ഗ്യാപ്പ് ഡിഫറൻസ്, എനർജി ഡിഫറൻസ് 2μB0 എന്ന് വരും. 2μB0. അപ്പോൾ μ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്, B0 ഫീൽഡാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷനാണ് ഇവിടെ പറയുന്നത്. ന്യൂക്ലിയസിൽ എസെൻഷ്യലി പ്രോട്ടോൺ ആണല്ലോ പറയുന്നത്.
If a nucleus, proton, is placed in an external magnetic field, പ്രോട്ടോൺ ഒരു ചാർജ് പാർട്ടിക്കിളാണ്, അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് ഫോഴ്സ് ഉണ്ടാകും, എനർജി ലെവൽ ഉണ്ടാകും. ഇഫ് എ ന്യൂക്ലിയസ് പ്രോട്ടോൺ ഈസ് പ്ലേസ്ഡ് in an external magnetic field, its magnetic moment can be aligned in either of the two ways. രണ്ട് തരത്തിലാണ് അതിൻ്റെ മൊമെൻറ്റ് അലൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി എക്സ്റ്റേണൽ ഫീൽഡ് ഓർ ഓപ്പോസിറ്റ് ടു ദി എക്സ്റ്റേണൽ ഫീൽഡ്. ഫീൽഡ് ദിശയിലും ഫീൽഡിന് ആ ദിശയ്ക്ക് ഓപ്പോസിറ്റും ആയിട്ട്. അലൈൻമെൻറ്റ് വിത്ത് ദ ഫീൽഡ് ഈസ് മോർ സ്റ്റേബിൾ. ആ ഫീൽഡിൻ്റെ ഡയറക്ഷനിലുള്ള അലൈൻമെൻറ്റാണ് സ്റ്റേബിളായിട്ട്, മോർ സ്റ്റേബിളായിട്ടുള്ളത്. എനർജി ഈസ് റിക്വയർഡ് ടു ഫ്ലിപ്പ്, മാറ്റാനായിട്ട്. എനർജി ഈസ് റിക്വയർഡ് ടു ഫ്ലിപ്പ് ദി ന്യൂക്ലിയർ മാഗ്നറ്റ് ടു ദി ലെസ് സ്റ്റേബിൾ അലൈൻമെൻറ്റ് സ്റ്റേറ്റ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ്. അപ്പോൾ എനർജി വേണം ഒരു ലെവലിൽ നിന്ന് മറ്റതിലേക്ക് മാറ്റാൻ. If mu is the magnetic moment of the nucleus placed in the magnetic field B0, then interaction energy of the nucleus is given by the mu magnetic moment ന്യൂക്ലിയസ് B0 ഉള്ള ഫീൽഡിൽ ഇരുന്നാൽ ഇൻട്രാക്ഷൻ എനർജി എന്തായിരിക്കും? μB0 ആണ്. μB0 ആ μB0 ഇൻട്രാക്ഷൻ എനർജി μB0 എന്നുള്ളത് എങ്ങനെ കിട്ടും? ഒരു മൈനസ് ഇട്ടുകൂടി കാണിക്കാറുണ്ട്. കാരണം ഇതൊരു പൊട്ടൻഷ്യൽ എനർജി ഫോമിലാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ഈ പ്ലസ് ടുവിലേക്ക് പഠിക്കത്തില്ലേ, ടോർക്ക് ആക്ടിങ് MB cos θ. എമ്മിന് വരാണ് ഇവിടെ മ്യൂ എന്നുള്ള സിമ്പിൾ. μB sin θ. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ U is equal to -MB cos θ എന്ന് പറയും. എമ്മിനെ മ്യൂ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ പിന്നെ ഈ കോസ് തീറ്റ അതിൻ്റെ മാക്സിമം വാല്യൂ കോസ് 0 1 എടുത്താൽ -MB, എമ്മിനെ മ്യൂ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് -μB0 എന്ന് കിട്ടും. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് എനർജിയുടെ എക്സ്പ്രഷനാണ് -μB0. അതാണ് ഇവിടെ ഇരിക്കുന്നത്, E = -μB0. Therefore, the difference in energy between the two levels is given by, നമ്മൾ ആ പടത്തിൽ കണ്ടതുപോലെ മുകളിൽ μB0 എഴുതും, താഴെ -μB0 എഴുതും. but difference. Therefore, difference in energy between the two states is given by delta E equal to μB0 minus μB0. That is delta E is equal to μB0 plus μB0. കാരണം മൈനസ് പ്ലസ് ആണ്. ആ സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. delta E is equal to μB0 plus μB0 is equal to 2μB0, ഇക്വേഷൻ നമ്പർ 1. പക്ഷേ ഈ എനർജി ട്രാൻസിഷൻ എപ്പോഴും ഒരു റേഡിയേഷനെ ഇൻവോൾവ് ചെയ്യും. റേഡിയേഷൻ അബ്സോർബ് ചെയ്യാം, ഫോട്ടോൺ അബ്സോർബ് ചെയ്യാം, NMR അബ്സോർപ്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ ഫോട്ടോണിൻ്റെ എനർജി ഡെൽറ്റ ഇ Hν എന്ന് കൊടുക്കാം. വാട്ട് ഡെൽറ്റ ഇസ് Hν? അപ്പോൾ ഈ രണ്ട് ഡെൽറ്റ ഇ എക്സ്പ്രഷനെ ഇക്വേറ്റ് ചെയ്യാം. Hν ഈസ് ഈക്വൽ ടു 2μB0. So, nu is equal to delta E by H, delta Eയുടെ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് nu is 2μB0 by H, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ NMR റെസൊണൻസ് കണ്ടീഷൻ. This is expression for resonant frequency. അവിടെ അബ്സോർബ് ചെയ്യുന്ന റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷനാണ്. This is expression for resonant frequency absorbed, and this equation is called NMR resonance condition. അപ്പോൾ ഈ ഇക്വേഷൻ, ഈ ന്യൂവിൻ്റെ ഇക്വേഷനെ നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയും. അബ്സോർബ് ചെയ്യുന്ന NMR അബ്സോർപ്ഷൻ, റേഡിയേഷൻ RF റേഡിയേഷൻ അബ്സോർബ് ചെയ്താൽ അതിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് NMR റെസൊണൻസ് കണ്ടീഷൻ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ്, ഒരു സ്റ്റെപ്പ് കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 2μ is equal to GnμN. അങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. 2μ is equal to GnμN, where Gn is the nuclear G factor. Gn n suffix ആണ്. Gn is the nuclear G factor and μN is the nuclear magneton. ഈ ബോർ മാഗ്നറ്റോൺ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ടേമാണ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ. ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. 2μ is equal to GnμN, where Gn is the nuclear G factor and μN is the nuclear magneton. It is found that
2mu is equal to Gn mu1, where Gn is the nuclear G factor and mu1 is the nuclear magneton. അപ്പോൾ ആ വാല്യൂ കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും? അത് കൊടുക്കുമ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു മ്യൂവിന് പകരം കൊടുക്കുകയാണ്. ഇക്വേഷൻ 2 becomes nu is equal to Gn mu1 B0 by H. Equation number 3. That is, resonant frequency is directly proportional to the applied magnetic field B0. നമ്മൾ കൊടുക്കുന്ന ആ മാഗ്നറ്റിക് ഫീൽഡിന് പ്രപ്പോർഷണലാണ്, B0ക്ക് പ്രപ്പോർഷണലാണ് ഈ അബ്സോർബ്ഡ് NMR ഫ്രീക്വൻസി. ഈ NMR സ്പെക്ട്രം, നമ്മൾ ഇത്തരം ഒരു സ്പെക്ട്രം ഫോട്ടോഗ്രാഫ് എടുത്താൽ എങ്ങനെ ഇരിക്കും? അബ്സോർഷൻ ലെവൽ കാണിക്കും. ഇങ്ങനെ ആ കർവ് നോക്കുക. ഒരു അബ്സോർഷൻ സ്പെക്ട്രമാണ് കൊടുത്തിരിക്കുന്നത്. അബ്സോർബ് ചെയ്യുന്നതാണ് ആ ഒരു പീക്ക് പോലെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ NMR സ്പെക്ട്രത്തിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. വൈ ആക്സിസ് അബ്സോർഷൻ റേഡിയേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അബ്സോർഷൻ കൂടുമ്പോഴാണ് ആ പീക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. B0 ആണ് നമ്മൾ എക്സസ് എടുക്കുന്നത്. ലോ ഫ്രീക്വൻസി ആ ലോ ഫീൽഡ് റീജിയൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഹൈ ഫീൽഡ് റീജിയൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ എക്സാക്സിൽ B0 ഫീൽഡ്, അല്ലെങ്കിൽ അതിനെ മാഗ്നറ്റിക് സ്യൂപ്പ് എന്ന് പറയും. മാഗ്നറ്റിക് സ്യൂപ്പ് SWP മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാൻ വേണ്ടി എഴുതുന്നൊരു ടേമാണ് മാഗ്നറ്റിക് സ്യൂപ്പ്. The occurrence of resonance is marked by a sharp peak. ആ പടത്തിൽ ഈ പീക്കാണ്. The occurrence of resonance is marked by a sharp peak, sharp increase in energy absorption. When absorption occurs, a signal is observed. Absorption നടക്കുമ്പോൾ ഒരു സിഗ്നൽ ഉണ്ടാകും. Such a spectrum is called NMR spectrum. ഇത്തരം സ്പെക്ട്രത്തെ വിളിക്കുന്ന പേരാണ് NMR spectrum. അപ്പം അങ്ങനെ ഈ ക്ലാസ്സിൽ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് NMRൻ്റെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ തരികയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ NMR എക്സ്പെരിമെൻ്റൽ സ്റ്റഡി പറയും. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. That is all. Thank you very much.